സാമ്പത്തികം പറയുമ്പോൾ അതിനൊക്കെ മറ്റേത് മാത്രമല്ല ലൈംഗികമായിട്ടൊക്കെ പറയുന്നത് നിനക്കൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടാ പഞ്ഞളെ ഇന്റർവ്യൂസിനകത്ത് ഇങ്ങനെ പാവത്തെ പോലെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത്. ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. കൃഷ്ണദേവ് സൂക്ഷിച്ചോ, നിനക്കുള്ള പണി ലീഗലായിട്ട് വരുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കാനുള്ള എല്ലാ ലൈഫ് എനിക്ക് അറിയാവുന്നത് മാത്രമാണ് നീ ഇതിന് മുമ്പ് എനിക്ക് ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നിട്ട് പോലും ഞാൻ ഒതുങ്ങിയത്. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു വിഷയം വീഡിയോ ചെയ്യുന്ന സമയത്ത്, അത് പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ, ആ സമയത്ത് നമ്മൾ ഈ തുടക്കത്തിൽ ക്ലിപ്പുകൾ ഹൈലൈറ്റ് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ കുറച്ച് BGM ഒക്കെ കയറ്റി അങ്ങനെ വീഡിയോ ചെയ്യൂടെ? ചെയ്യോ? ഇല്ല. പക്ഷെ ഇവിടെ പ്രശ്നേഷം അങ്ങനെ ചെയ്യും. മെയിൻ സാധനങ്ങൾ ക്ലിപ്പുകൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് ഹൈലൈറ്റ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി മൊത്തം ആൾക്കാർക്ക് കണ്ടിരിക്കാൻ തോന്നത്തുള്ളൂ. അങ്ങനെ തോന്നിപ്പിക്കുന്ന സാധനങ്ങളാണ് ആദ്യം കൊണ്ട് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ തന്നെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ല. റീച്ച് ഫോർച്യൂണർ, പക്ഷെ ഞാൻ 100% അടിവരെ ഇട്ട് തരാം, നിനക്ക് ഫോർച്യൂണറിന്റെ ഒരു ടയർ പോലും വാങ്ങാനുള്ള പൈസ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലുള്ള കളിയാണ് കാണിക്കുന്നത് അല്ലേ? എന്തായാലും കൊള്ളാടാ, 4 ടയർ വാങ്ങണമെങ്കിൽ തന്നെ അത്യാവശ്യം പൈസയോ, ആ പൈസ കിട്ടുമായിരിക്കും. എന്തായാലും ടയർ 5 ഉരുട്ടി കളി, അതെങ്കിലും ചെയ്യും. ഇനി വിഷയത്തിലോട്ട് വരാം. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കൊണേഷ് കുട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനിയത്തിയും അമ്മയും എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കൈയടിക്ക്. ഇവനൊരു പൊട്ടനാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം. ഇവനൊരു വേട്ടവളയനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ ഇവന്റെ പരിപാടിയിലോട്ട് പോവാം. ഇവനെ കുറച്ച് 10 പറയണം. ബി അവെയർ. അത്യാവശ്യം അടുത്ത ഹെഡ്സെറ്റ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് ചെവിയിൽ വെച്ചു. ചിലപ്പോൾ ചീത്തയെന്ന് ഞാൻ പറയത്തില്ല, എന്റെ വാക്കുകൾ ചിലപ്പം കടുംകട്ടി മലയാള വാക്കുകളൊക്കെ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജനലിൽ കൊട്ടിട്ട് പറഞ്ഞ അമ്മ കോളിംബെല്ലൊക്കെ അവർ ഓഫ് ആക്കിയിരുന്നു. ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ഓഫ് ആക്കി. ഞാൻ വാതിലാദ്യം കൊട്ടിട്ട് പറഞ്ഞ അമ്മ തുറന്ന അമ്മ നാളത്തെ പണിസാൻ എടുക്കാൻ വന്ന അമ്മ. അപ്പോൾ ഒരു അനുക്കില്ല. അപ്പോൾ ഞാൻ ഇവരുടെ മുറിയിലെ ജനലിൽ അവിടെ പോയി കൊട്ടിട്ട് പറഞ്ഞു. കാരണം അകത്ത് ആളുള്ളത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോഴാണ് ഇവർ വണ്ടി കണ്ടപ്പോഴാണ് വാതിൽ അടച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കിയത്. ഇത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. രാത്രി 10 മണിക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് സാധനം എടുത്തിട്ട് പോയിരുന്നെങ്കിൽ വെച്ചാൽ ഞങ്ങൾ മര്യാദക്കകത്ത് കയറ്റിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതുപോലെ ഇവർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കരത്തിൽ ഒച്ചത്തിലാണ് സംസാരിച്ചതും ഷൗട്ട് ചെയ്തതും. അത് കേട്ടിട്ടാണ് നാട്ടുകാർ വന്നത്. ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു, ഞാൻ വീടിന്റെ അകത്ത് കയറിയില്ല ആ സമയത്ത്. അത് നമ്മൾ കാണിച്ചു കൊടുത്തരാം. അവർ വന്നിട്ട് തുറക്കുമ്പോൾ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയ ഇവ അവിടെ നാട്ടുകാരുടെ മുന്നിൽ പോയി കിടന്ന് ഷോ ഓഫ് കാണിക്കുക, നാട്ടുകാരെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട്. അതായത് ഇവന്റെ വീട്ടില് ഇവൻ രാത്രി കയറിപ്പോയിട്ടുണ്ട്. അനിയത്തിയും അമ്മയും കാണാനായിട്ട് അവിടെ പണി സാധനങ്ങൾ എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി 11 മണിക്ക് കെട്ടിയെടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിളിച്ചു വരുത്തിയെന്ന്. എവിടെ വിളിച്ചു വരുത്തി? കോപ്പ് വിളിച്ചു വരുത്തി. അത് ഈ വീഡിയോ തന്നെ ഈ പൊട്ടൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പൊട്ടണെന്ന്. ഇവൻ പൊട്ടനാണ്, ലോക പൊട്ടൻ. ആ ഒരു സെറ്റപ്പിലാണ് ഇവന്റെ നടപടികളൊക്കെ പോകുന്നത്. നമുക്ക് നോക്കാം. ആക്ച്വലി അവർ തുറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്കകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാനിങ്ങനെ ഈ പുറത്തുനിന്ന് ഒരാളുടെ ശബ്ദം കേൾക്കില്ല, മുൻ തുറന്ന. അത് കേട്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് വെളിയിലോട്ട് വന്ന്. അത് കേട്ടിട്ട് ദേഷ്യം വന്നുള്ളതല്ല, ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവർ ഒച്ച ഉണ്ടാക്കണം, ആൾ വന്നിട്ട് നമ്മളെ തല്ലിക്കണം എന്നുള്ളത്. എടാ കാട്ടവരാതി, നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കി. ഒന്നുകിൽ നീ വിളിച്ച് ശല്യം ചെയ്ത് ആ ശല്യം കാരണം ദേഷ്യത്തിൽ അവരിറങ്ങി വന്നെന്ന് പറ, അല്ലെങ്കിൽ അവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചെന്ന് പറ. ഇത് ഏതെങ്കിലും ഒന്നും ഉറച്ചില്ല. നീ ഒരു ലോക ഉടായിപ്പാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. നീ കിടന്ന് മെഴുകാൻ നിക്കല്ലേ കാട്ടാവരാതി കേട്ടോ. അങ്ങ് കൊണക്കുകയോ അവൻ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട്. അവൻ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങള്. അതായത് ആദ്യം അവൻ പറഞ്ഞത് ശല്യം കാരണം അവന്റെ അമ്മ ഇറങ്ങി വന്നത്. പിന്നെ പറയുന്നത് അവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചെന്ന്. ഏതെങ്കിലും ഒന്നും ഉറച്ചില്ലടോ. ഉളുപ്പില്ലാത്തവനെ, നട്ടലില്ലാത്തവനെ, വാഴപ്പിണ്ടി. ഇനി ഇവന്റെ സഹോദരി അവിടെ സംസാരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സഹോദരി, നീ മുത്താണ്. ഇതുപോലെ ഒരു കാട്ടവരാതെ ഒരു രീതിയിലും നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ അവനെതിരെ സംസാരിച്ചതിന് നിനക്കൊരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ. ഈ വർഷത്തെ അവാർഡ് നിനക്ക് തന്നെ. സത്യം കൊള്ളാം. ഇങ്ങനെ ആവണം. ഇവനെ പോലെ ഒരു സഹോദരൻ നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് നാണക്കേടാണ്. കാരണം നിന്റെ ജീവിതത്തിനെ തൊലയ്ക്കുന്ന വർത്തമാനമാണ് ഇവൻ പൊതുസമൂഹത്തിൽ പോയി പറഞ്ഞിട്ടുള്ള. ഇവനെ നീ ഇനി സഹോദരനായിട്ട് കാണണ്ട, അതുപോലെ ആ അമ്മ മകനായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാട്ടവരാതികളൊക്കെ എന്തിനു വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ ഇങ്ങനെയുള്ളവന്മാർ? ഇവിടെ അമ്മ പറയുന്ന കേട്ടല്ലോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ വന്നാ മതിയെന്ന്. ഇവൻ തന്നെ ഇവന് കുഴി തോണ്ടി വെച്ചിട്ടുണ്ട്. അതായത് ഇവൻ പറഞ്ഞ എന്തോന്ന്, രാത്രി അവര് വിളിച്ചു വരുത്തിയെന്ന്. എന്നിട്ട് ഇവൻ വീട്ടിൽ കയറി പോവുകയാണ്, ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അവര് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെന്നാണ് ഈ കാട്ടവരാതി പറയുന്നത്. എന്തോ അവര് ഇവനെ കുരുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. തേങ്ങയാണ്. ഇവൻ കയറിപ്പോയ പാടെ അവര് പറയാണ്, നിന്റെ അടുത്ത് നാളെ രാവിലെ വരാനല്ലേ പറഞ്ഞതെന്ന്. അപ്പൊ ഇവൻ എന്താ, ഇവൻ ഏത് തരത്തിലുള്ള കള്ളനാണെന്ന് ഇവിടെ തന്നെ എക്സ്പോസ് ആവുന്നു. അതുപോലെ ഇവൻ അവിടെ ജനലിൽ പോയി തട്ടി അവരെ ശല്യം ചെയ്ത് ശല്യം കാരണമാണ് അവരിറങ്ങി വന്നതെന്ന് ആദ്യം ഇവന്റെ വാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ.
എന്നിട്ട് അവര് ഇറങ്ങി വന്നിട്ട് പറയണം നിന്റെ അടുത്ത് നാളെ രാവിലെ വരാനല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന്, ഈ രാത്രി കെട്ടിയെടുക്കാനല്ലല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ ആരാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ പോയതെന്ന് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ക്യാമറ ഓൺ ചെയ്ത് സ്വന്തം വീട്ടുകാരെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ആ സ്പോട്ടിൽ അവിടെ പോയി കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു നാറിയാണ് ഇവൻ. ഇവൻ നേരത്തെ പ്ലാൻ ആണ്, ഇവനും ഇവന്റെ ഭാര്യയും കൂടി പ്ലാൻ ചെയ്ത് ഈ സാധനം എക്സിക്യൂട്ടീവ് ചെയ്തതാണ്. അങ്ങനെ അവിടെ മൊത്തം അലങ്കോലമായി. അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരല്ലേ വീഡിയോ എടുക്കേണ്ട? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരാണ് ഈ സംഭവം പ്ലാൻ ചെയ്ത് ഇവനെ കൊടുക്കണം എന്നുള്ള വല്ല സെറ്റപ്പിൽ അല്ലെങ്കിൽ ഇവനെ നാട്ടിക്കണം എന്നായിരുന്നെങ്കിൽ അവരല്ലേ വീഡിയോ എടുക്കേണ്ട. പക്ഷെ അവരാണോ വീഡിയോ എടുത്ത? ഇല്ല. ഇവൻ പോകുന്നത് മുതലേ ഉള്ള വീഡിയോ എടുത്ത് പോയി. എടാ നാറി, നിനക്ക് ഉൾപ്പുണ്ടാണ്. നിന്റെ കവാലം നോക്കി കവാലയ്യ തു കവാലയ്യ അത് കളിക്കേണ്ട സമയം കഴിഞ്ഞു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഈ പറഞ്ഞ ആൾ തന്നെയാണ് പറഞ്ഞത് രാത്രി 11 മണി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരും, അപ്പൊ വന്നോ, അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ വന്നു. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച വരാനാണ് പറഞ്ഞത്. നാളത്തെ പണിക്ക് അടുത്ത ഞായറാഴ്ച വന്നിട്ട് കാര്യമില്ല. നാളത്തെ പണിക്ക് നാളെ രാവിലെ വന്നാലും കാര്യമില്ല. എനിക്കിപ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ രാവിലെ എനിക്ക് പാലക്കാട് 2 ദിവസം മുമ്പ്, പിറ്റേ ദിവസം അതിന്റെ മുമ്പത്തെ ദിവസമൊക്കെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ അവര് മാറിയിരിക്കുവായിരുന്നു തോന്നുന്നു. അതായത് നമ്മൾ ഓർത്തത് അവർ വീട്ടിലില്ലാന്നുള്ളതാണ്. പക്ഷേ അവരൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് നമ്മൾ വരുന്ന കാണുമ്പോൾ അവർ മാറിയിരിക്കുമായിരുന്നു. അതായത് വാതിൽ അടച്ച് അവർ ഒളിച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഇതുപോലെ നമ്മൾ സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ പോലും. എന്നിട്ട് നീ കുണച്ചാ തീർന്നാ നിന്റെ കുണപ്പ്? ഇനി നമുക്ക് വീഡിയോ കാണാം. ഏത് ദിവസം എന്താന്ന് വെച്ചാൽ ഉള്ളതല്ല ഒറ്റയെടുത്തോളൂ. അതെ, പറയുന്നത് കേൾക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കേട്ടത്തില്ല. ഞങ്ങൾക്ക് പാതിരാത്രി സ്ത്രീകളെ ഇത് ചുമ്മാ കയറി നടക്കാൻ പറ്റത്തില്ല. ഏതാനും ദിവസം വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം എടുത്തോണ്ട് പോകും. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ആ കൊച്ചു പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവന്റെ സഹോദരിയാണ് കേട്ടോ. ആ കുട്ടി പറയുന്നുണ്ട്, എടാ നിനക്ക് തോന്നിയതുപോലെ കയറി ഇറങ്ങി നടക്കാൻ സത്രമല്ല. ഇവിടെ 2 സ്ത്രീകളുള്ളതാണ്. നീ നിന്റെ പൊണ്ടാട്ടിയും കൂടി എപ്പോഴും കയറി ഇറങ്ങി ഇറക്കാൻ നിന്റെ സത്രമല്ല. നിനക്ക് വല്ല കിടുതാപ്പ് എടുത്തോണ്ട് പോകാനുണ്ടെങ്കിൽ നാളെ രാവിലെ വന്ന് എടുത്തോണ്ട് പോകുന്നതാണ് ആ കുട്ടി പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട്. ഇത് അവര് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തെങ്കിൽ അവർ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചും കൊണ്ട് അവര് പബ്ലിഷ് ചെയ്യണ്ടേ. മറിച്ച് ഇവിടെ നിന്ന് ആരാ വീഡിയോ എടുത്തിട്ടുള്ള? ഈ കാട്ടവരാതിയില്ലേ? ഇപ്പൊ ആരാ കണ്ടന്റ് ഉണ്ടാക്കി? ഇപ്പൊ കരിപ്പിടി കിട്ടിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത്. ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അല്ല, ഇന്റർവ്യൂവിൽ പാവമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്നെ പോലെ ഒരു നാറ് കെട്ടിയെടുത്തോണ്ട് എഴുന്നള്ളി കൊണ്ടുപോയി ക്യാമറ കൊണ്ടുപോയി അവള് വായും പൂട്ടി മിണ്ടായിരിക്കണം. അടിച്ചലവീറ തന്നെ ചെയ്യേണ്ടത്. എല്ലാം പിന്നെ ഇന്റർവ്യൂവിൽ അവള് പാവം പോലെ നിന്ന് അവള് ഇനി മൊത്തം മുട്ടൂത്തി നിന്ന് തരും. ഇത് പോടാ കിഴങ്ങ. വൈകിട്ട് വരെ നിന്നിട്ടാലും മതി. ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 11 മണി കഴിഞ്ഞ് വരാൻ പറഞ്ഞു. വന്ന സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വരാനാണ് പറഞ്ഞത്. എന്താണെങ്കിലും അടുത്ത ദിവസം എപ്പോഴാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകണം. അല്ലാണ്ട് ഇത് കയറിറങ്ങിയാൽ സത്രമൊന്നുമല്ല. ഇനി ചുമ്മാ കയറിറങ്ങി വരാൻ സത്രമല്ല. ഞങ്ങൾക്ക് ഇവിടെയുള്ള ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ കയറിറങ്ങി വരാൻ പറ്റത്തില്ല. ഞങ്ങൾ രാത്രി കാണത്തുള്ളൂ. ഞങ്ങൾക്ക് രാത്രി ഇതൊക്കെ സൗകര്യപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആണെന്നുള്ള ദിവസം ഒരു ദിവസം പറയുക. അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ കാണും. എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അലമാര എന്താന്ന് വെച്ചാൽ ഒറ്റ മെസ്സേജ് ഇടണം. ആ കുട്ടി വളരെ കൃത്യമായിട്ട് പറയണം, എന്തെങ്കിലും ഗീരത്തുണ്ടെങ്കിൽ എടുത്തോണ്ട് പോടാന്ന്. അല്ലാണ്ട് നിനക്ക് എന്നൊന്നും കയറി ഇറങ്ങി നടക്കുന്നത് സത്രമല്ല. അവള് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വേട്ടവാളിയും കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. കള്ളണ്ട, ലോക കള്ളങ്ങൾ. എന്റെ സഹോദരനല്ല ആയിരുന്നെങ്കിൽ നിന്നെ മറ്റേ തോർത്ത് പിഴിയണമല്ലോ എടുത്തങ്ങ് ഒരു പിഴിയൊക്കെ പിഴിയായിരുന്നു. എന്റെ കൊണേടിയും കൊണ്ട് വന്നിരിക്കണവൻ. എങ്ങനെയാണ് ആൾക്കാരെ കൂട്ടിയെന്നുള്ളത് കറക്റ്റ് ആയിട്ട് റൂമിന്റെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അകത്തുനിന്ന് അനിയത്തിനെ കുശു ശബ്ദം കേൾക്കാം. ഞാൻ ഓർത്തത് എന്താണ് സംഭവം? അവൾ വീഡിയോ എടുക്കണം, ആരും വിളിച്ചു പറയുകയാണ്, എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മേ ബി പറഞ്ഞ പോലെ ആളുകൾ അറേഞ്ച് ചെയ്തായിരിക്കാം. എടാ നാറി, നിനക്ക് ഉളുപ്പുണ്ട്. അവള് വീഡിയോ എടുക്കുകയാണെന്ന്. എടാ വേട്ടവാളിയെ കിഴങ്ങ നീയല്ലടാ വീഡിയോ എടുത്തോണ്ട് പോയത്. പിന്നെ ആളെ വിളിച്ചു കൂട്ടാൻ പിന്നെ നിന്നെ പോലെ ഒരു കീടത്തിന് എനിക്ക് ചൊറിയണ്ട ഈ മൊത്തങ്ങ വർത്തമാനം കിടക്കുമ്പോ. ഇതൊക്കെയാണ് വിളിച്ചത്. ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പാണ്. അതുപോലെ ഒരാളുടെ വണ്ടിക്ക്, അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് അകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ട് ഇവൾ വരെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വണ്ടിയുടെ പുറകെ കാണിച്ചു. അതുപോലെ ഇപ്പോൾ സൈഡിൽ ഈ സൈഡിൽ ഇവൻ തുറന്നപ്പോഴത്തേക്കും ഇവന്റെ കുത്തിനെ പിടിച്ചേക്കുക. ആ കുത്തിലാണ് ഇവളുടെ കൈക്കൊക്കെ ഒരു അപകടം സംഭവിച്ചത്. കൈക്കൊക്കെ ഭയങ്കര അപകടം സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ചൊന്ന് ബാക്ക് അടിച്ച് നോക്കി നോക്ക്. മനഃപൂർവ്വം ക്യാമറ കുലുക്കുകയാണ്. മനഃപൂർവ്വം ഇങ്ങനെ കുലുക്കുമ്പോൾ സാധാരണ ഇങ്ങനെ കുലുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നം നടക്കുകയാണ്, എന്തോ അടിപിടിയായി ഭയങ്കര സീനാകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നൊക്കെ തെറിച്ചു പോയി കുലുങ്ങുന്നത് പോലെ തോന്നും. അങ്ങനെ മനഃപൂർവ്വം ക്യാമറ കുലുക്കുകയാണ്. അവിടെ ഒരുത്തനെ അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ല. കൈ പിടിച്ചൊടിച്ച് കിറുക്കിപ്പോലെ. പോടാ എനിക്ക് തള്ളി മറിക്കാതിരുന്നു.
സ്വന്തം സഹോദരിയും അമ്മയും വിറ്റ് ജീവിച്ച ഒരു പരമനാറി. അതിൽ കവിഞ്ഞ് നിനക്കൊരു പേരില്ല ഈ ഭൂമി മലയാളം. പിന്നെ ഇപ്പൊ സൈഡിൽ നിന്ന് ഒരു കേരളം തുറന്നിട്ട് അയാൾ ഭയങ്കര അശ്ലീലമായിട്ടുള്ള ഗുണം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതുപോലെ ഇടിച്ചാൽ കൊല്ലാൻ തോന്നി. പക്ഷെ ഒരു നമ്മളെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടേടിയാവും. അതിനകത്ത് എനിക്ക് ഇവിടെ സേഫ്റ്റി എക്സ്ട്രാ കയറാൻ പറ്റുന്നില്ല. ഇവളുടെ സേഫ്റ്റി എക്സ്ട്രാ കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അയാളെ ഇടിക്കാത്തത്. ഇപ്പൊ ഈ കയറിക്കൂടെ അവന്മാരെ പിടിച്ച് നേരക്ക് പിഴിഞ്ഞ് നിന്നെ മറ്റേ എടുത്ത് ജ്യൂസ് മറ്റേ കരിമ്പ് ജ്യൂസിന്റെ മെഷീന്റെ ഇടയിൽ കയറ്റിയിട്ട് ഇപ്പുറത്തോട് ജ്യൂസ് അടിച്ച് ഇഞ്ചിയും വെച്ച് കയറ്റി വിടുന്ന പോലെ നിന്നെ പിഴിഞ്ഞിങ് ഇറക്കുമായിരുന്നു. ഇപ്പൊ ഈ കയറിക്കൂടി ഞാൻ എക്സ്ട്രാ സേഫ്റ്റി ഇവളുടെ നോക്കിയിട്ടാണ് ഇടിയുണ്ടാക്കാത്തത്. പിന്നെ നീ അല്ലെങ്കിൽ ഇടിച്ച് മലത്തിൽ കളയും. പോടാ എണീറ്റ്. ഈ തായും പോകും പറഞ്ഞ കൃഷ്ണദേവ് സൂക്ഷിച്ചോ, നിനക്കുള്ള പണി ലീഗലായിട്ട് വരുന്നുണ്ട്. എനിക്ക് സത്യമായിട്ടും കായികപരമായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. വയ്യ പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കാനുള്ള അല്ല ലൈഫ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നീ ഇതിന് മുമ്പ് എനിക്ക് വിഷയം ഉണ്ടാക്കാൻ വന്നിട്ട് പോലും ഞാൻ ഒതുങ്ങിയത്. ഡേ നമ്മളെ പ്രശ്നേഷിന്റെ അടുത്ത് കായികപരമായിട്ട് ബലം പിടിക്കാൻ നിൽക്കരുത്. ഓൺലൈനിൽ കളരി പഠിച്ചവനാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കാണരുത്. വൻ ടീമാണ്. അടിക്കാൻ പോയി കഴിഞ്ഞാൽ മർമ്മം നോക്കി പിടിക്കും. ഓൺലൈനിൽ പഠിച്ചതാണ്, അതുകൊണ്ട് അവനെ ആരും അടിക്കാൻ കൊണ്ട് പോകരുത്. എനിക്ക് അല്ലാണ്ട് ദയവ് ചെയ്ത് നമ്മളെ പ്രശ്നേഷാക്കി മാറ്റില്ലേ. ഒറിജിനൽ പ്രശ്നേഷം ഒന്നും കണ്ടിട്ടില്ല. കാരണം ലൈഫ് കയ്യിൽ നിന്ന് പോയി പോകുന്ന സാഹചര്യം വരുമല്ലോ. നമ്മൾ വെറും ഒരു പച്ചയായ മനുഷ്യരായിട്ട് മാറും. ആ സമയത്ത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല, നമുക്കുള്ള ആ ഒരു കൽപ്പിനെ പുറത്ത് വർക്കായി പോകും. അങ്ങനെ എനിക്ക് ആവശ്യമില്ല, അങ്ങനെ ഞാൻ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ കൺട്രോളിൽ നിർത്തുന്നത്. പിന്നെ ഞാൻ സെൽഫായിട്ട് ഞാൻ മാസാണ് പോയി മറ്റേ ഇതെടുത്ത് കഴിച്ചിട്ട് പണ്ട് പീന്നടിച്ചു കൊണ്ട് ഇടിക്കില്ല, അതുപോലത്തെ സെറ്റപ്പാണ്. കളരി ഓൺലൈനിൽ പഠിച്ചവനാ. എടാ പോടാ വധൂരി എണീറ്റ്. എന്തോ വലിയ വയത്താളം വരുന്ന അടിക്കുകയാണ്. പ്രശ്നേഷ് ഞാൻ യഥാർത്ഥ പ്രശ്നേഷ് നിങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ കാണാം. കൊണാവധികാരം അടിക്കുന്നു. സ്വന്തം അമ്മയും സഹോദരിയും ചെളികാരം അടിച്ചുകൊണ്ട് ബിഗ് ബോസിൽ കയറാൻ ഉണ്ടാക്കുന്ന ഒരു നാറി. നീ ബിഗ് ബോസിൽ പോയിട്ട് നീ കൊച്ചി ടി വിയിൽ പോലും കയറത്തില്ല. എന്തിന് കൈരളിയിൽ നിന്നെ ഡബ് ചെയ്യാൻ പോലും വിളിക്കത്തില്ല. വേട്ടവാളിയും വധൂരി. ഇത്ര പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാരെ അവർ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ അനിയത്തി നോക്കി നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. അവർ ഒരു വാക്ക് പറഞ്ഞില്ല. അവരവരുടെ സാധനം എടുത്തിട്ട് പൊക്കോട്ടെന്നോ ഒന്നും അല്ല പറഞ്ഞത്. അവർ അവിടെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു, നാട്ടുകാരെ എൻകറേജ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന വീട്ടുകാരെ പിന്നെ എങ്ങനെ വീട്ടുകാരെ കാണാൻ പറ്റുന്നത്? അത്രയും നല്ല കാര്യമെങ്കിലും ആ അമ്മയും മകളും ചെയ്തല്ലോ. എടാ അവരെ വീട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് നിന്നെ പോലെ ഒരു വധൂരി പറയുന്നുണ്ടല്ലോ. എടാ സ്വന്തം സഹോദരിക്ക് പല ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിന്നെ എന്തായിട്ട് കാണണം? തന്തയില്ലാത്തവനായിട്ട് കാണണം. ഇതിന്റെ അപ്പുറം ഞാൻ ഒന്നും പറയണില്ല. ഞാൻ പറഞ്ഞ തായും പോവും. നേരത്തെ അത് അപ്പച്ചൻ വിളിച്ചപ്പം കായികപരമായിട്ട് നിനക്ക് നേരിടാൻ വയ്യെന്ന് പറഞ്ഞില്ല, അതുപോലെ ഞാൻ വിളിക്കേണ്ടി വരും. എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് വധൂരി. ഇങ്ങനെ ഒരു ആട്ടവരാതിയാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് കലി വരണ്ട, എനിക്ക് അത്രയ്ക്ക് കലി വരണം. സത്യം പറയാലോ, നീ എന്റെ സഹോദരനായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് നീ കരിമ്പ് ജ്യൂസ് ആയാണ്. സത്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.